നമ്മുടെ കമ്പനിയുടെ ഇത് വെച്ചിട്ട് എന്റെ ഒരു സൈഡ് വെച്ച് എനിക്ക് പ്രൊഡക്റ്റും കിട്ടും. ഇപ്പം നമ്മളിപ്പോ ഒരു കമ്പനിയിൽ പോയി അവരുടെ കമ്പനിയിൽ നിന്ന് ആ സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ റീസെല് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആമസോണിന്റെ എന്തെങ്കിലും ബ്രാൻഡിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ വരുമോ? ആമസോണിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് ഇരുന്നിട്ടുള്ളത്. അതിന് മുമ്പ് ഓക്കെ. എന്താണ് പേര്, എന്താണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ കിട്ടുമോ? എന്റെ പേര് ആന്റണി. ഞാനിവിടെ ഞങ്ങള് മെയിൻലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ഐഫോൺ കസ്റ്റമൈസേഷൻ, ഗോൾഡ് പ്ലേറ്റിംഗ്, കളർ ആക്കുന്നത് എന്റെ പരിപാടിയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മള് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത് അവിടെ മാറി നമ്മളെ സ്വന്തമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ ലൈസൻസിലപ്പോൾ നമുക്കിപ്പോ ആക്സസറീസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ചെയ്യാൻ പറ്റും. ഇതേ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മള് ബോസ് നമ്മുടെ പറഞ്ഞ് നമുക്കാണെങ്കിൽ ആമസോണും നൂണും കൂടി സെല് ചെയ്യാം നമുക്ക് പ്രോഡക്റ്റ്. ഐ തിങ്ക് നൂണില് ഓൾറെഡി ഈ ഗോൾഡ് പ്ലേറ്റ് സെല് ചെയ്യുന്നുണ്ട്. നമുക്കത് നൂണിലും സെല് ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏതാ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ബ്രോയ്ക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കുറെ മാർക്കറ്റിൽ ഇറങ്ങി സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് സെല് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ മാർക്കറ്റ്. അപ്പൊ നോക്കിയപ്പോഴത്തേന് എല്ലാവരും എൻ്റെ അടുത്ത് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തുടങ്ങണ്ട, കാരണം എന്ന് വെച്ചാൽ മറ്റേ FBA എന്നും പറഞ്ഞ എന്തോ ഒരു ഇതുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ആക്കി അവരുടെ വെയർ ഹൗസിൽ കൊടുക്കണം. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് സാധനം ഓർഡർ വരുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടൊന്ന് ബാക്ക് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഈ ഗൂഗിൾ സെർച്ച്, ChatGPT സെർച്ച് ചെയ്തിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതിലെ ആമസോൺ സെല്ലർ അക്കൗണ്ട് എങ്ങനെയാണ്? ആമസോണിൽ നൂണ് ഇല്ല, ആമസോൺ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സിലുള്ളത്. ബാക്കി വരുന്നത് അഡ്വാൻസ് ഓക്കെ. കോഴ്സിലാണ്. ആമസോൺ നൂണ്, ടെൻഡിയോൾ, നെംഷി ഒക്കെ അഡ്വാൻസ് കോഴ്സിലാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ഓക്കെ. കാര്യങ്ങൾ സംസാരിക്കാം. എങ്ങനെയാണ് ഓക്കെ. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, SEO ലെവൽക്ക് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് റാങ്കിൽ എത്തിക്കാം എന്നതൊക്കെയാണ് കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇമേജസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ, എങ്ങനെയാണ് ഫോട്ടോ എടുത്തിട്ട് അത് എങ്ങനെ AI വെച്ചിട്ട് ഇമേജ് ചെയ്യാം, അങ്ങനെയുള്ള തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് അതിൽ ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും സെറ്റായി. പിന്നെ വരുന്നത് അതിൻ്റെ അഡ്വാൻസ് ആണ്. അപ്പോൾ അഡ്വാൻസ് വേണമെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതല്ല, ഇതിൽ തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും, ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ഞാൻ അതിനൊരു കോഴ്സിൻ്റെ ഒരു ചെറിയൊരു ഇത് ഒന്ന് ഷെയർ ചെയ്യാം, എന്താണ് കോഴ്സിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. 1 സെക്കൻഡ്. ഇതുപോലെ നിലവിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല ആളുകളും. ഓക്കെ. Thank you. ഇതാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇതാണ് ആമസോൺ സെല്ലർ പ്രോഗ്രാം വർക്ക് ഫ്ലോ, എങ്ങനെയാണ് ആമസോണിൻ്റെ സെല്ലിങ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഘട്ടം വരുന്നത്. അതിനുശേഷം ആമസോണിൻ്റെ പ്രോഗ്രാമിൽ ആമസോൺ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആമസോൺ സെല്ലിങ് എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ് എന്നൊക്കെയുള്ള ഒരു 4 മൊഡ്യൂളായിട്ടാണ് വരുന്നത്. ഒന്ന് ആമസോണിൻ്റെ ഫൗണ്ടേഷൻ, അതുപോലെ പ്രൊഡക്റ്റ് സെറ്റപ്പ് ആൻഡ് ഒപ്റ്റിമൈസേഷന്, പിന്നെ വരുന്നത് പ്രൈസ് ആൻഡ് ഗ്രോത്ത്, പിന്നെ വരുന്ന ഒരു സെക്ഷനാണിത് പറയാം. അപ്പോൾ ഇതിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ആമസോൺ വർക്ക് ഫ്ലോ, ഡാഷ്ബോർഡ്, നാവിഗേഷൻ, സെലറി, ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ വീഡിയോസ് അതിനകത്ത് ഓപ്പൺ ആവുക. ഓക്കെ. പിന്നെ ഓക്കെ. ഇതിന് ശേഷം വരുന്നതാണ് എങ്ങനെയാണ് ബ്രാൻഡ് അപ്രൂവൽ എടുക്കുക, എങ്ങനെയാണ് ഓർഡർ പ്രോസസ്സിങ് ചെയ്യുക എന്നൊക്കെയുള്ള ഇതൊക്കെ ക്ലാസ്സുകളാണ്. ഇതൊക്കെ ഓരോരോ ക്ലാസ്സുകളാണ്, ഓരോരോ ഓക്കെ. ക്ലാസ്സുകളിൽ ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് മെയിൻ ഓക്കെ. പ്രോഗ്രാമാണ്, ഈ ഒരു മെയിൻ പ്രോഗ്രാമാണ് ആമസോൺ സെല്ലർ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം. ഇത് കണ്ടു ഓക്കെ. കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഓക്കെ. സപ്പോർട്ടിംഗ് ആണ് ബാക്കി എല്ലാ ക്ലാസ്സുകളും സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമല്ല, ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു മെമ്പർഷിപ്പും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ മുകളിൽ കമൻറ്റ്, ഈ ക്ലാസ്സിനിടയിൽ ഓരോ കമൻസുകൾ ചോദിക്കുമ്പോൾ ഓരോ ആക്ഷൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ തരുന്ന ഓരോ കമൻസ് ആണ് കണ്ടോ.
ഇതിപ്പോൾ ജസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഐ വർക്ക് ആർ എ പർച്ചേസർ ആൻഡ് ഐ ആം ലേണിംഗ് ആമസോൺ സെല്ലിംഗ് സെക്കൻഡ് ഇൻകം. ഇത് ഇവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അങ്ങനെ ഏകദേശം 74ഓളം കമൻസുകൾ ഇപ്പോൾ വന്നെടുക്കുന്നുണ്ട്, റീഡ് ചെയ്യാത്തത്. അപ്പോൾ ഓരോരുത്തരും ഓക്കെ ഹൗസ് ഹോൾഡ് ഇൻകം ആണ്, ഹൗസ് വൈഫാണ്, സ്റ്റാർട്ട് ചെയ്യാൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഓൺലൈൻ ഇൻകം, ഒരു ഓൺലൈൻ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്കൊരു VIP കമ്മ്യൂണിക്കേറ്റ് ലിങ്ക് തരും. അതിനകത്ത് ബാക്കിയുള്ള സപ്പോർട്ടിങ് പ്രോഗ്രാമുകളൊക്കെ അതിനകത്ത് വരാറുണ്ട്. പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ വരുന്ന സമയത്തൊക്കെ ആ ഒരു ഇതിനകത്താണ് നമ്മൾ ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, ഇതാണ് കോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് അഡ്വാൻസ് കോഴ്സാണ്. അഡ്വാൻസ് വരുന്നത് നമുക്ക് 1-to-1 ആയിട്ടാണ് വരിക. അത് റെക്കോർഡല്ല, 1-to-1 ആയിട്ടാണ് വരിക. ഇത് റെക്കോർഡാണ്. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. ഈ കോഴ്സിന്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? കോഴ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ ഞാൻ ഈ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്ത്. ഓക്കെ. എനിക്കിപ്പോ അറിയേണ്ടത്, നമ്മളിപ്പം ധേര മാർക്കറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എല്ലാ പ്രൊഡക്റ്റും കിട്ടും. ഇപ്പം നമ്മളിപ്പോ ഒരു കമ്പനിയിൽ പോയി അവരുടെ കമ്പനിയിൽ നിന്ന് ആ സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ റീസെല് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആമസോണിന്റെ എന്തെങ്കിലും ബ്രാൻഡിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ വരുമോ? അല്ല, ഇതിൽ ബ്രാൻഡിങ്ങിൻ്റെ ഇഷ്യൂ ചില പ്രൊഡക്റ്റിന് വരും. ബ്രാൻഡ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി വൈകും. അത് കറക്റ്റ് ബില്ലും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ പിന്നെ അപ്പോൾ ബ്രാൻഡ് അപ്രൂവലാണ് നേരത്തെ പറഞ്ഞത്. ബ്രാൻഡ് അപ്രൂവൽ എന്ന് പറയുന്നത് ആ, ചില പ്രൊഡക്റ്റുകൾക്ക് അപ്രൂവൽ 3 തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഒന്ന് അപ്രൂവൽ വേണ്ടി വരില്ല, അത് ഡയറക്റ്റായിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഓക്കെ അപ്രൂവൽ വേണം, അത് ബില്ല് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്രൂവൽ വാങ്ങിക്കാൻ പറ്റും. മൂന്നാമത് ഒരു അപ്രൂവലും കിട്ടാത്തതാണ്. അത് ആമസോൺ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഓണേഴ്സ് ഡയറക്റ്റായിട്ട് ചെയ്യുന്നതോ ആയിരിക്കും. ഓക്കെ, ഓക്കെ അപ്പോൾ നിലവിൽ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ജസ്റ്റ് അതിൻ്റെ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റില്ല, ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അപ്രൂവൽ കിട്ടോ ഇല്ല എന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഇതിപ്പം ഇവിടെ കുറെ ചൈനീസ് കമ്പനീസ് ഉണ്ട്. ചൈനയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ഒരു പവർ ബാങ്ക് തന്നെ, അവരുടെ പവർ ബാങ്ക് ഡയറക്റ്റ് ഇവിടെ അവർ സെല് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ മൊത്തം സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഡക്റ്റ് നമ്മൾ ആ കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ പ്രോഡക്റ്റ് മേടിച്ച് സെല് ചെയ്യാൻ ഞാൻ അത് അവരുടെ അടുത്ത് ചോദിച്ചു, അവർ ഓക്കെയാണ് അതിന്. പക്ഷെ അവർ പറഞ്ഞത് ഇതിന് മുമ്പേ ട്രൈ ആക്കിയവർക്ക് എന്തോ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത്, ഇപ്പോൾ അത് ഇതുവരെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു പേരായിരിക്കും. ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു ഉം. ഒരു കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്യുന്ന സമയത്ത് അവരോടും പറഞ്ഞു അത് ഹോൾസെയിലാണ്, ഡയറ മാർക്കറ്റിൽ ഉം. ഹോൾസെയിലാണ്, പുതിയ പ്രൊഡക്റ്റാണ്. പവർ ബാങ്ക് ഇതുപോലെ തന്നെ ഒരുപാട് 45 SKUs ഉണ്ട്, 45 പ്രൊഡക്റ്റ് ഉണ്ട്. അവിടെ പറഞ്ഞു പുതിയൊരു ഹോൾസെയിൽ, പുതിയൊരു കമ്പനിയാണ്. അപ്പോൾ ഉം. ലിസ്റ്റ് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കംപ്ലീറ്റ് വേറെ ആളുകൾ പർച്ചേസ് ചെയ്യാനുണ്ടാവും. അതാണ് ഉം. ഒന്നാമത്തെ ബെനിഫിറ്റ്. ഈ കമ്പനി ഓണേഴ്സ് ആകുമ്പോൾ അതിന് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ കമ്പനിയുടെ അപ്രൂവലിൽ കിട്ടാൻ ഒരുപാട് വൈകി. കാരണം ഓൾറെഡി അത് മാർക്കറ്റിൽ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാറ്റ് സപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് അത് അപ്രൂവൽ കിട്ടിയത്. അപ്രൂവൽ കിട്ടിയ ഒരു ഉം. മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് പ്രൊഡക്റ്റും അതിൻ്റെ അക്കൗണ്ട് മാനേജേഴ്സ് ഇതൊക്കെ വേറൊരു കമ്പനി നല്ലൊരു എമൗണ്ടിന് വാങ്ങിച്ചു. ഓക്കെ, ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിം അവരോട് ചോദിക്കാം, ബ്രാൻഡ് നെയിം ആമസോണിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ ആദ്യം ലിസ്റ്റ് ചെയ്തത് അവരെ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ സെല്ലർ അപ്രൂവൽ വാങ്ങിച്ചാൽ മതി. ഓക്കെ. ഓക്കെ, അവിടെ ആമസോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വേറൊരു ആദ്യമേ ഞാൻ ആ കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്ത ഓക്കെ, കുറച്ച് നാള്, ഒരു 2-3 മന്ത്സ് മാത്രം. അപ്പം അവരുമായിട്ട്, ചൈനീസ് കമ്പനി, അവർ ആദ്യമായിട്ട് ഇവിടെ വന്നില്ലേ, ദുബായിൽ കൊണ്ടുവന്ന മറ്റേ ജിടെക്സിൽ വന്നിട്ട് അവർ ഇങ്ങോട്ടൊരു പ്രൊഡക്റ്റ് ഇവിടെ സെല് ചെയ്യാൻ, മാർക്കറ്റ് പിടിക്കാൻ വന്നേ. അന്നേരം ഞാനൊരു 3 മന്ത് അവരോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനി ആ സമയത്ത് ഇത് കണക്ക് ഒരു ടീമിന് കൊടുത്തായിരുന്നു. പക്ഷെ അവര് ബാക്കൗട്ട് ചെയ്തു, അവർക്ക് പറ്റുന്നില്ല, സെല്ലിങ് നടക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവര് ബാക്കൗട്ട് ചെയ്ത് പ്രൊഡക്റ്റ് എല്ലാം തിരിച്ചു തന്നു. അപ്പം അത് ഞാനിപ്പോ ആ കമ്പനിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇതിന് തുടങ്ങിയതിന് ശേഷം ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇങ്ങനെ തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്, ഞാൻ സെല് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു.
മെയിൻ ഓണറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, ഓക്കെ ആണ് ചെയ്തു, പക്ഷെ ഇതാണ് പ്രശ്നം, ഇത് മുന്നേ ചെയ്തവര് ഇത് കണക്ക് അപ്രൂവൽ കിട്ടാതെ പ്രൊഡക്റ്റ് എന്തോ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ ഇതായിട്ട് പോയത്, ഓക്കെ. ബാക്കൗട്ട് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അപ്രൂവൽ കിട്ടാത്ത ബ്രാൻഡിന്റെ നെയിം അപ്രൂവൽ എടുക്കാം. ഒരു പക്ഷെ അതിന് ബാർകോഡ് രജിസ്റ്റേർഡ് ബാർകോഡ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ. ബാർകോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ബാർകോഡ് ഇല്ല എന്ന് ടിക്ക് ഇട്ടാൽ മതി, ബ്രാൻഡിന്റെ നെയിം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് തന്നെയാണ് മറ്റേ നേരത്തെ പറഞ്ഞ ആ, ഒരു പവർ ബാങ്ക് ഒക്കെ ചെയ്യുന്ന കമ്പനിയുടെ അവസ്ഥ. ബാർകോഡ് ഒക്കെ ആ സെയിം, എല്ലാത്തിനും സെയിം ബാർകോഡാണ്. പക്ഷേ ബ്രാൻഡ് ആ നെയിം വേറെയാണ്. അത് ബ്രാൻഡ് നെയിമും തന്നെ വേറെ ഒരു സെയിം ബ്രാൻഡ് നെയിം ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും അത് ചാറ്റ് മോഡൽ. ചെയ്തിട്ട് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചെറിയൊരു എന്താ പറയുക സ്പേസേ ഉള്ളൂ. ചെറിയ സ്പേസ് കൂട്ടിയിട്ടപ്പോൾ അത് അപ്രൂവൽ വാങ്ങിച്ചു. എന്നിട്ട് ബാക്കി ലിസ്റ്റിംഗ് ഒക്കെ അതിനകത്ത് ആ ഒരു ബ്രാൻഡ് നെയിമിൽ തന്നെ കയറി. ഓക്കെ. ആ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പോൾ ഏത് സെല്ലർ ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു ഓർഡർ വരില്ല. അപ്പോൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ ആ അത്രയും നേരത്തെ നല്ലത്. ഉഹും. അതെനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഓക്കെ. ഞാനിപ്പം ഇവരുടെ കമ്പനിയുടെ, നമ്മുടെ കമ്പനി, പുതിയ കമ്പനിയുടെ ലൈസൻസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കമ്പനി ലൈസൻസ് വെച്ചിട്ട്. അപ്പം അതിൻ്റെതായ എന്തെങ്കിലും ഇത് പറയണ്ട, നമ്മുടെ ബാങ്കിങ്ങിന്റെ ആണെങ്കിലും ഓക്കെ. പേയ്മെന്റ്. പുതിയൊരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ രജിസ്ട്രേഷൻ ലൈസൻസ് വേണം. ആരുടെ പേരിലാണോ ലൈസൻസ് ഉള്ളത് അവരുടെ എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അതിന് ലിങ്ക് അയക്കാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ള ലിങ്ക് നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട്, ഞാൻ അത് അയച്ചു തരാം. അതിനുശേഷം ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം. പേഴ്സണൽ കൊടുക്കാം, കമ്പനി ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. പിന്നെ അതിന് വാറ്റൊക്കെ ഉണ്ട്, വാറ്റിൻ്റെ നമ്പർ കൂടി കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാം. ഉം. ആ, അപ്പം ഇതിപ്പം നമ്മുടെ കമ്പനിയുടെ ഇത് വെച്ചിട്ട് എന്റെ എമിറേറ്റ്സ് ഐ ഡി വെച്ച് എനിക്ക് ഇല്ല, ചെയ്യാൻ പറ്റില്ല. വെരിഫിക്കേഷൻ. ലൈസൻസ് പേരിൽ ലൈസൻസ് ഉള്ളത് ആരാണോ അവരെ ഏതെങ്കിലും, ഇപ്പം പാർട്ണേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, മൂന്നോ നാല് പാർട്ണർ ആ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാർട്ണർ ലൈസൻസ് വെച്ചിട്ട് ചെയ്യും, എമിറേറ്റ്സ് ആയിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ലൈസൻസ് കിട്ടില്ല. ഓക്കെ, താങ്ക് യു ബ്രോ. ഞാൻ എന്തായാലും പുള്ളിക്കാരനോട്ട്, നമ്മുടെ ബോസോട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് താങ്ക് യു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത്. പുതിയതായിട്ട് ആമസോണിൽ സെല്ല് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുകളൊക്കെ വരാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ ഡൗട്ടുകൾ കാരണം കൊണ്ട് പല ആളുകളും ചെയ്യാത്തത്. ആ അപ്പോൾ അത് ക്ലാരിറ്റി ഉം. കിട്ടിയെന്ന് തോന്നുന്നു. അതുമായി ആ ബന്ധപ്പെട്ട് ചെറിയൊരു ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നാവും. ആ ഓക്കെ. ഓക്കെ. ഓക്കെ, താങ്ക് താങ്ക് യു. യു. താങ്ക് യു.